ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ അൻശഅ വബറ വഖലഖൽ മാഅ വസ്സറ വഅബ്ദഅ കുല്ല ശൈഇൻ ഖലഖഹു വദറ. അൽഹംദുലില്ലാഹില്ലദീ ലാ യഗീബു അൻ ബസരിഹി സഗീറുൻ നംലി ഫിൽ ലൈലി ഇദാ സറ വലാ യഗ്സിബു അൻ ഇൽമിഹി മിസ്ഖാലു ദർറത്തിൻ ഫിൽ അർളി വലാ ഫിസ് സമാ വഇൻ തജ്ഹർ ബിൽ ഖൗലി ഫഇന്നഹു യഅലമു അസ്സിർറ വഅഖ്ഫാ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്നാ. അസ്സലാത്തു വസ്സലാമു അലാ മൻ ഉർസില ഇലാ കാഫത്തിൽ ഖൽഖി ബശീറൻ വനദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ വഅലാ ആലിഹി വഅസ്ഹാബിഹി അല്ലദീന ഹും നുജൂമുൽ ഹിദായ മൻ ഇഖ്തദാ ബിഹിം ഇഹ്തദാ വമൻ തറക തരീഖതഹും ദല്ല വഗവ. ബഹുമാനരായ അൽ ഹിക്മ ദർസ് ഹദീസിലെ പഠിതാക്കളെ, സ്നേഹസമ്പന്നരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റിയാദുസ് സ്വാലിഹീനിലെ പ്രസിദ്ധമായ 2 ഹദീസുകളാണ് ആശയസഹിതം ഇന്ന് നിങ്ങളെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഹബീബിൻ്റെ സുന്നത്ത് പഠിക്കാനും പകർത്താനും നമ്മൾ കാണിക്കുന്ന ഈ ശ്രമത്തെ നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. عن أبي سعيد وأبي هريرة رضي الله عنهما أن رسول الله صلى الله عليه وسلم قال ما بعث الله من نبي ولا استخلف من خليفة إلا كانت له بطانة تأمره بالمعروف وتحضه عليه وبطانة تأمره بالشر وتحضه عليه والمعصوم من عصم الله. അബി സഈദ് റളിയല്ലാഹു അൻഹു അതുപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാ ബഅസല്ലാഹു മിൻ നബിയ്യിൻ, അല്ലാഹു ഒരു പ്രവാചകനെയും അയച്ചിട്ടില്ല. വലസ്തഖ്ലഫ മിൻ ഖലീഫത്തിൻ, ഒരു ഖലീഫയെയും ഭരണാധികാരം ഏൽപ്പിച്ചിട്ടുമില്ല. ഇല്ലാ കാനത്ത് ലഹു ബിത്വാനത്താനി, അവർക്ക് 2 ബിത്വാനത്തുകൾ, ആത്മമിത്രങ്ങളെ നിയോഗിച്ചിട്ടല്ലാതെ. ബിത്വാനത്തുൻ തഅ്മുറുഹു ബിൽ മഅറൂഫ്, ഒരു മിത്രം അവരോട് നന്മ കൽപ്പിക്കുന്നു. വതഹദ്ദുഹു അലൈഹി, നന്മ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. വബിത്വാനത്തുൻ, മറ്റൊരു മിത്രം തഅ്മുറുഹു ബിശ്ശർരി, തിന്മ ചെയ്യാൻ അവരോട് കൽപ്പിക്കുകയും വതഹദ്ദുഹു അലൈഹി, തിന്മ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. വൽ മഅസൂമു മൻ അസമല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കാണോ സംരക്ഷണം നൽകിയിട്ടുള്ളത് അവരാകുന്നു പാപ സുരക്ഷിത. അപ്പോൾ ഈ ഹദീസിലൂടെ, കഴിഞ്ഞ ദിവസത്തെ ഹദീസ് നിങ്ങളുടെ മനസ്സിലുണ്ടാകും, ഭരണാധികാരം, അതിൻ്റെ ഇസ്ലാമിലുള്ള സ്ഥാനം, അത് അല്ലാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ വിനിയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകത, അതൊരു അമാനത്താണ് എന്ന ബോധം, ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ചില പ്രവാചക വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഈ ഹദീസിൽ അല്ലാഹു പറയുന്നത്, ഓരോ ഭരണാധികാരിയും ഭരണകർത്തൃത്വം ഏൽക്കപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് 2 ബിത്വാനത്തുകളെ നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ്. ബിത്വാനത്ത് എന്ന അറബി ഭാഷയിൽ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഏറ്റവും അടുത്ത സുഹൃത്ത്, ആത്മമിത്രം. ബത്തുന് എന്ന് പറഞ്ഞാൽ അറബിയിൽ വയറിനാണല്ലോ പറയാം. അപ്പോൾ സ്വന്തം ഉദരത്തിലുള്ളവൻ, സഹോദരൻ എന്നൊക്കെ നമ്മൾ പറയുന്ന ഏതാണ്ട് അതേ അർത്ഥകൽപ്പനയുള്ള ഒരു പ്രയോഗമാണ് ബിത്വാനത്ത്. നമുക്ക് വേണമെങ്കിൽ ആത്മമിത്രം എന്ന് അത് മലയാളത്തിലേക്ക് ഭാഷാന്തരം ചെയ്യാം. എന്തായിരുന്നാലും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, അള്ളാഹു ഏതൊരു പ്രവാചകനെ നിയോഗിച്ചയക്കുമ്പോഴും, ഏതൊരു ഭരണാധികാരിക്ക് ഖിലാഫത്ത് നൽകി ഭരണകർത്തൃത്വം ഏൽപ്പിക്കുമ്പോഴും അവർക്കെല്ലാം 2 ബിത്വാനത്തുകൾ ഉണ്ടാകും എന്നാണ്. ഒരു ബിത്വാനത്ത് നന്മ ചെയ്യാൻ അവരെ നിരന്തരമായി കൽപ്പിച്ചുകൊണ്ടിരിക്കുകയും നന്മയ്ക്ക് വേണ്ടി പ്രേരണ ചെലുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ബിത്വാനത്ത്. മറ്റൊരു ബിത്വാനത്ത് തിന്മ ചെയ്യാൻ വേണ്ടി അവരോട് കൽപ്പിക്കുകയും തിന്മയിലൂടെ മുന്നോട്ട് പോകാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ബിത്വാനത്ത്. എന്നിട്ട് അള്ളാഹു പറയുന്നു, വൽ മഅസൂമു മൻ അസമല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല
ആർക്കാണോ സംരക്ഷണം നൽകിയത് അവനാണ് പാപ സുരക്ഷിതൻ. അപ്പൊ ഹദീസിന്റെ മൊത്തം ആശയം എന്ന് പറയുന്നത്, ഭരണാധികാരികളാവട്ടെ നേതാക്കന്മാരാവട്ടെ തങ്ങളുടെ ചുറ്റുപാടും നല്ലവരും സതുപദേശികളുമായ ആളുകൾ, തിന്മകളിൽ നിന്ന് തങ്ങളെ വിലക്കുന്നവരായ ആളുകളെയാണ് അവർ നിലനിർത്തേണ്ടത് എന്നാണ്. അപ്പോൾ ഭരണാധികാരികളുടെ ഒരു പൊതു സ്വഭാവം നമുക്കറിയാം. ഭരണാധികാരികൾ അവർ സ്തുതിപാഠകരായ ആളുകളെ നിലനിർത്തുകയും അവരെ വിമർശിക്കുകയും അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്ന ആളുകളെ പലപ്പോഴും അകറ്റി നിർത്തുകയും ചെയ്യുന്ന ഒരവസ്ഥാവിശേഷം നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ഒരു മനുഷ്യനോട് നന്മ കൽപ്പിക്കുക, നന്മ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുക, ഒരു മനുഷ്യനോട് അയാൾ ചെയ്യുന്ന തിന്മകൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക, തിന്മകളിൽ നിന്ന് അയാളെ വിലക്കുക, ഇതെല്ലാം നിർവഹിക്കുന്ന ആളുകൾ അവരെ ആത്മമിത്രങ്ങളായിട്ട് വരിക്കണം എന്നതുകൂടിയാണ് ഇസ്ലാമിൻ്റെ ഒരു സന്ദേശം എന്ന് പറയുന്നത്. ഇവിടെ പൊതുവായിട്ടുള്ള കാര്യമല്ല, ഭരണാധികാരികളെ കുറിച്ചാണ് പ്രത്യേകമായിട്ട് പറയുന്നത്. എന്തായിരുന്നാലും ഭരണാധികാരികളുടെ ഒരു ബാധ്യതയാണ് തങ്ങളുടെ ചുറ്റും നല്ലവരും സതുപദേശികളുമായ തിന്മകളിൽ നിന്ന് തങ്ങളെ വിലക്കുന്ന ആളുകളെയാണ് നിലനിർത്തേണ്ടത്. ചീത്തയായ ആളുകളുടെ കൂട്ടുകെട്ട്, അതുപോലെ തന്നെ ചീത്തയായ ആളുകളുടെ ഉപദേശങ്ങൾ, ഇതൊക്കെ നേതൃത്വം കൈയാളുന്ന ആളുകളെ നാശത്തിലേക്ക് നയിക്കും. അള്ളാഹുവിൻ്റെ അനുഗ്രഹവും സംരക്ഷണവും ഉള്ളവർക്ക് മാത്രമേ ഇത്തരം ചീത്ത കൂട്ടുകാരുടെ സ്വാധീനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കൂ എന്നുകൂടി ഈ ഹദീസിൻ്റെ അവസാന ഭാഗത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇതിന് സമാനമായിട്ടുള്ളൊരു ഹദീസാണ് തൊട്ടടുത്ത ഹദീസ് എന്ന് പറയുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്. വഅൻ ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അറാദല്ലാഹു ബിൽ അമീരി ഖൈറൻ, ഏതെങ്കിലും ഒരു അമീറിനെ അള്ളാഹു നന്മ ഉദ്ദേശിച്ചാൽ ജഅല ലഹു വസീറ സിദ്ഖിൻ, അദ്ദേഹത്തിന് സത്യസന്ധനായ ഒരു സഹായി. വസീർ എന്ന് നേരെ പറഞ്ഞാൽ അറബിയിൽ മന്ത്രി എന്നാണ് അർത്ഥം. ഇവിടെ പൊതുവായ അർത്ഥമായി നമുക്ക് സഹായി എന്ന് പറയാം. മൂസ അലൈഹി സ്വലാം പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, വജഅല്ലി വസീറൻ മിൻ അഹ്ലി എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു സഹായി, വസീറ സിദ്ഖിൻ എന്ന് പറഞ്ഞാൽ സത്യസന്ധനായ ഒരു സഹായിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് വേണ്ടി ചുമതലപ്പെടുത്തി കൊടുക്കും. ആ സത്യസന്ധനായ വസീറിനെ കുറിച്ച് പറയുന്നത് ഇൻ നസിയ ദക്കറഹു, ഭരണാധികാരി അല്ലെങ്കിൽ അമീർ എന്തെങ്കിലും മറന്നുപോയാൽ ദക്കറഹു, ആ മറന്നുപോയ കാര്യത്തെക്കുറിച്ച് അമീറിനെ ഓർമ്മപ്പെടുത്തും. വ ഇൻ ദക്കറഹു, അമീറിന് ഓർമ്മയുള്ള കാര്യമാണെങ്കിൽ അആനഹു, ആ ഓർമ്മയുള്ള കാര്യം നടപ്പിലാക്കാൻ അമീറിനെ സഹായിക്കുകയും ചെയ്യും. എന്നിട്ട് പറയണം വ ഇദാ അറാദ ബിഹി ഗൈറ ദാലിക, ആ അമീറിന് ഒരു ഖൈറല്ലാത്ത മറ്റൊരു കാര്യമാണ് അഥവാ ഒരു തിന്മയാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് എങ്കിൽ ജഅല ലഹു വസീറ സൂഇൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ചീത്ത സഹായിയെയാണ് അയാൾക്ക് ചുമതലപ്പെടുത്തി കൊടുക്കുക. ആ ചീത്ത സഹായിയെ സംബന്ധിച്ചിടത്തോളം ഇൻ നസിയ ലം യദ്കുറുഹു, അമീർ എന്തെങ്കിലും വിസ്മരിച്ചു പോയാൽ മറന്നുപോയാൽ ഇയാൾ അത് ഓർമ്മപ്പെടുത്തുകയില്ല. വ ഇൻ ദക്കറഹു, ഇനി അമീറിന് ഓർമ്മയുള്ള കാര്യമാണെങ്കിലോ ലം യുഇൻഹു, ആ കാര്യത്തിൽ ഇദ്ദേഹം അമീറിനെ സഹായിക്കുകയുമില്ല എന്നാണ്. അപ്പോൾ ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം നല്ല മിത്രങ്ങൾ ഉണ്ടാവുക, നല്ല സഹായികൾ ഉണ്ടാവുക, നല്ല മന്ത്രിമാരുണ്ടാവുക എന്ന് പറയുന്നതും വളരെ പ്രധാനമാണ്. ഒരു ഭരണാധികാരി അയാൾ എത്ര നല്ല പരിശുദ്ധനാണെങ്കിലും അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മന്ത്രിമാർ അതല്ലെങ്കിൽ അയാളുടെ സഹായികൾ, അയാൾ ഭരണ നേതൃത്വം കൈയാളുന്ന പ്രദേശത്തെ ഉദ്യോഗതലങ്ങളിൽ ജോലിയെടുക്കുന്ന ആളുകൾ അവർ നല്ലവരല്ലെങ്കിൽ ഈ ഭരണാധികാരിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ഒരു ലിമിറ്റ് ഉണ്ട് എന്നുകൂടിയാണ് ഹദീസ് പഠിപ്പിക്കുന്നത്. നല്ല ഭരണാധികാരികളാകുമ്പോൾ നല്ല കൂട്ടുകാരെ നിലനിർത്തുക, അവരോട് നന്മ കൽപ്പിക്കുന്ന ഉണ്ടാകുന്ന തിന്മകൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന ആളുകളെയാണ് നിലനിർത്തേണ്ടത്. നേരെ മറിച്ച് സ്തുതിപാഠകരെ നിലനിർത്തുകയും നന്മകൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന തിന്മകളിൽ നിന്ന് ഭരണാധികാരികളെ വിലക്കുന്ന ആളുകൾക്ക് പ്രവേശനം നിഷേധിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് മൊത്തം സമൂഹത്തിൻ്റെ തന്നെ നാശത്തിലേക്കാണ് നയിക്കുക എന്നൊരു സൂചന കൂടെ ഈ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഞാൻ ഒന്നുകൂടി ഇതിൻ്റെ ആശയം ചുരുക്കി പറയാണ്. നേതാക്കളുടെ കൂടെയുള്ള നല്ല കൂട്ടുകാരുടെയും ഉപദേശകരുടെയും സാന്നിധ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഭരണാധികാരികൾക്ക് നൽകുന്ന ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ ലക്ഷണമാണ്. അത്തരം സഹായികൾ ആ ഭരണാധികാരികളെ നന്മകളിൽ സഹായിക്കുകയും
ഭരണാധികാരികളിൽ നിന്നുണ്ടാകുന്ന വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും. അതിന് നേർ വിപരീതമായി സ്വാർത്ഥരും ദോഷൈകതർക്കുകളുമായ സഹായികളെയാണ് ഒരു ഭരണാധികാരിക്ക് ലഭിക്കുന്നത് എങ്കിൽ അത് ഭരണാധികാരിയുടെയും സമൂഹത്തിൻ്റെയും പതനത്തിന് കാരണമാകും എന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ വിശുദ്ധ ഖുർആനിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അല്ലഹു യൗമഇദിൻ, അന്ന് അതായത് പരലോകത്തെ കുറിച്ച് സൂചിപ്പിച്ചിട്ട് പറയാണ്, അല്ലഹു യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ അദുവ്വുൻ ഇല്ലൽ മുത്തഖീൻ. അന്ന് പരസ്പരം ചങ്ങാത്തമുണ്ടായിരുന്ന മുഴുവൻ ആളുകളും പരസ്പരം ശത്രുക്കളായിരിക്കും. ദുനിയാവിൽ വെച്ച് നല്ല ചങ്ങാതിമാരായ ആളുകൾ പോലും അന്ന് ശത്രുക്കളായിരിക്കും. ഇല്ലൽ മുത്തഖീൻ, മുത്തഖീങ്ങൾ ഒഴികെ എന്നാണ്. അപ്പോൾ നന്മയിലേക്ക് ക്ഷണിക്കുന്ന കൂട്ടുകാർ ഇത് വളരെ അനിവാര്യമാണ്. ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുകൂടെ ഈ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഇതിനെ ഉപോത്ബലകമായിട്ടുള്ള ധാരാളം സംഭവങ്ങൾ കാണാൻ കഴിയും. ഉദാഹരണമായി ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഉമവി ഖലീഫയായിരുന്നു. ഉമവി ഭരണാധികാരികളിൽ നമുക്കറിയാവുന്ന പോലെ നീതിമാനായിരുന്നു, അതുപോലെ തന്നെ മാതൃകാ പുരുഷനായിരുന്നു. എല്ലാ നിലക്കും ഇസ്ലാമിക ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ അധ്യായം എന്ന് പറയുന്നത് തിളങ്ങി നിൽക്കുന്ന അധ്യായമാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് സത്യസന്ധരായ ഒരു കൂട്ടം ഉപദേശകന്മാരെയും മന്ത്രിമാരെയും നൽകിയിരുന്നു എന്നാണ്. പ്രമുഖ പണ്ഡിതനായ മുഹമ്മദ് ബിൻ കഅബ് അൽ ഖുറദി പോലെയുള്ള സൽസ്വഭാവികളെയും പണ്ഡിതന്മാരെയും അദ്ദേഹം തൻ്റെ ഉപദേശകന്മാരായി കൂടെ കൂട്ടുകയും അവരുടെ ഉപദേശപ്രകാരം ജനങ്ങളുടെ ക്ഷേമത്തിനായി ഭരണത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു. ഇത് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തെ ഒരു സുവർണ കാലഘട്ടമാക്കി മാറ്റാൻ സഹായിച്ചു എന്നതാണ്. അതുപോലെ തന്നെ ചരിത്രത്തിൽ നേരെ തിരിച്ചുള്ള സംഭവങ്ങൾ കാണാൻ കഴിയും. ഇപ്പോൾ അബ്ബാസിയ ഖലീഫയായിരുന്ന അൽ മുഅ്തസിം ബില്ല, നമ്മൾ കേട്ടിട്ടുള്ള ഒരു പേരാണ് അൽ മുഅ്തസിം ബില്ല. അദ്ദേഹമാണ് അഹ്മദ് ബിൻ ഹംബൽ എന്ന് പറയുന്ന പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനായ അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഉൾപ്പെടെയുള്ളവരെ ഭരണകൂടത്തെ ഉപയോഗിച്ച് മർദ്ദിക്കാനും തുറുങ്കിലടിക്കാനും ഭരണാധികാരിയെ പ്രേരിപ്പിച്ചത് ഇത്തരത്തിലുള്ള ചീത്തയായ ഉപദേശകരും കൂട്ടുകാരുമായിരുന്നു എന്ന് കാണാൻ കഴിയും. ഉദാഹരണമായി അബ്ബാസി ഖലീഫയായിരുന്ന അൽ മുഅ്തസിം ബില്ല, അദ്ദേഹത്തിൻ്റെ ചീത്ത ഉപദേശകരും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചുറ്റും പലപ്പോഴും കൂടിയിരുന്ന ഉപജാപക വൃന്ദവുമായിരുന്നു ചില ദോഷൈക ദൃക്കുകളായിരുന്നു തെറ്റായ പല തീരുമാനങ്ങളും എടുക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധ്യമാകുന്ന കാര്യമാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ പോലെയുള്ള പ്രമുഖ ഇസ്ലാമിക പണ്ഡിതന്മാരെ ഭരണകൂടത്തെ ഉപയോഗിച്ച് മർദ്ദിക്കാനും തുറുങ്കിലടക്കാനുമൊക്കെ ഭരണാധികാരിയെ പ്രേരിപ്പിച്ചത് ഇത്തരത്തിലുള്ള ചീത്തയായ ഉപദേശകരും കൂട്ടുകാരുമായിരുന്നു എന്ന് ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാകുന്ന കാര്യമാണ്. അപ്പോൾ ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഉപദേശകർ കൂടി നന്നാവുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതൊരു രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരി എന്ന വിശാലമായ അർത്ഥത്തിൽ മാത്രം നമ്മൾ കണക്കിലെടുക്കാൻ പാടില്ല. ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ പലതരത്തിലുള്ള കൈകാര്യ കർത്തൃത്വങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന ആളുകളാണ് നമ്മൾ. കുടുംബത്തിൻ്റെ, അതുപോലെ തന്നെ നമ്മൾ ജോലി ചെയ്യുന്ന തൊഴിൽ സ്ഥാപനങ്ങളുടെ, ഇവിടെയൊക്കെ നന്മകൾ മാത്രം നമ്മെ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന, നന്മകളിലേക്ക് നമ്മെ നയിച്ചു കൊണ്ടിരിക്കുന്ന സഹായികളെയും കൂട്ടുകാരെയുമാണ് നമുക്ക് ഉണ്ടാവേണ്ടത് എന്നുകൂടെ ഈ ഹദീസിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ഭംഗിയായി മനസ്സിലാക്കാൻ നാം എല്ലാവരെയും തുണക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.